എറണാകുളം ഞാറയ്ക്കൽ വളപ്പ് ബീച്ചിൽ കടലിൽ കുളിക്കാൻ ഇറങ്ങിയ 2 വിദേശ വിദ്യാർത്ഥികളെ കാണാതായി. യമൻ പൗരന്മാരായ ജബ്രാൻ അബ്ദുൾ സലാം എന്നിവരെയാണ് കാണാതായത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. നിതിൻ, എങ്ങനെയാണ് ഇവർ അപകടത്തിൽപ്പെട്ടത്? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? വിജുമാർ, നിലവിലിപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കോസ്റ്റൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും നേതൃത്വത്തിലാണ് ഈ മേഖലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഞാറയ്ക്കൽ വളപ്പ് ബീച്ചിൽ 12-ഓടുകൂടിയാണ് അപകടമുണ്ടായത്. കടലിൽ കുളിക്കാനിറങ്ങിയ 7 പേരിൽ 2 പേരെയാണ് കാണാതായത്. 2 പേരും വിദേശ പൗരന്മാരാണ്. യമൻ പൗരന്മാരായ ജുബ്രാൻ അബ്ദുൾ സലാം എന്നിവരെയാണ് കാണാതായത്. ഇവർ കോയമ്പത്തൂരിലെ കോളേജിൽ പഠിക്കുന്നവരാണ്. ഏതാണ്ട് 21-22 വയസ്സുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു. കോയമ്പത്തൂരിലെത്തിയ 7-അംഗ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവർ. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇവർ കൊച്ചിയിലെത്തിയതും അതിനുശേഷം വിനോദസഞ്ചാര മേഖലയടക്കം കാണാമെന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഇവർ കൊച്ചിയിലെത്തിയത്. ഏതായാലും വളപ്പ് ബീച്ചിൽ, ഞാറയ്ക്കൽ വളപ്പ് ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. നിലവിലിപ്പോൾ മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. യമൻ പൗരന്മാരായ ജുബ്രാൻ അബ്ദുൾ സലാം എന്നിവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.